ചെറുപയർ കൊണ്ടുണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറുപയർ ഉലർത്താണ്. കഞ്ഞിക്കോ ചോറിനോ ചപ്പാത്തിക്കോ പുട്ടിനോ എന്തിനൊപ്പം വേണേലും പോകും ഈ ചെറുപയർ ഉലർത്തല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു ചെറുപയർ ഉലർത്തുണ്ടാക്കാം. ഞാനിത് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തായിരുന്നേ. അതാകുമ്പോൾ രാവിലെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ആ കുതിർത്തിയെടുത്ത ചെറുപയർ നമുക്ക് നേരെ ഒരു കുക്കറിലിട്ട് കൊടുക്കാം. ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 2 വിസിലിട്ട് വേവിച്ചെടുക്കാവേ. നമ്മൾ കുതിർത്തിയത് കൊണ്ട് തന്നെ 2 വിസിൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഒരു കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയുള്ളി ആണെങ്കിലും മതി, നല്ല ടേസ്റ്റാണ് ചെറിയുള്ളിക്ക്. ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് സവോള എടുത്തതേ ഉള്ളൂ. ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇടിച്ച മുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അതൊക്കെ എരിവിന് ഇട്ട് കൊടുക്കണം കേട്ടോ, ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഒത്തിരി എരിവായി പോവേണ്ട, അപ്പം 1 സ്പൂണൊക്കെ മതിയാവേ. എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേവിച്ച് വെച്ച് ചെറുപയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചെടുത്താൽ നല്ല അടിപൊളി ചെറുപയർ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. ഈ ചെറുപയർ വേവിക്കാൻ നേരം ഒരുപാട് വേവിച്ച് കുഴച്ച് കളയരുത്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ.